മോനെ നകുല, എനിക്കവനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഒരു തലവരി ഫാനിന് ഞാൻ സൂപ്പർ ഹാപ്പി ആൻഡ് അടിപൊളിയാണ്. വാളൊക്കെ എടുത്ത് കറക്കി അവൻ വെട്ടൊക്കെ കിണില്ലോ. ഫാൻസിനൊക്കെ ഒരു ട്രീറ്റ് ആണ്. ബ്ലാസ്റ്റ് ആണ്, തിയേറ്റർ മൊത്തം കത്തി. എല്ലാം സൂപ്പർ ആയിട്ട് പൊളിച്ചിട്ടുണ്ട്. അനന്ത യാത്ര മാത്രമല്ല, എന്റെ രാഘവൻ നായരെ, ഇപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത്. ജനനായകൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. ജന ടോർച്ചർ എന്നാണ് പറയുന്നത്. ഭയങ്കര ദ്രോഹം, ജനദ്രോഹമായി പോയി. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആകെ നിരാശയായി പോയി. പിന്നെ ജനനായകൻ എങ്ങനെയുണ്ടെന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ, ഒരു പടം എന്ന രീതിക്ക് നിങ്ങളൊരു നല്ലൊരു പടം കാണാൻ പോവുകയാണെങ്കിൽ നിങ്ങളെ വലുതായിട്ട് തൃപ്തിപ്പെടുത്തുന്ന ഒരു സാധനമായിരിക്കില്ല. അതും പോയി. ഓക്കെ എനിക്ക് മുഴുവനായിട്ട് അങ്ങോട്ട് കിട്ടിയില്ല. അല്ല, ഈ കുപ്പായപ്പ് ഇതിനു വേണ്ടി തുന്നിയതാ? ഇയാളോ? കണ്ണൻ വൺ ലാസ്റ്റ് ഡാൻസ് നല്ലൊരു വൺ ലാസ്റ്റ് കാട്ടവരാതം ആക്കി തന്നെ തന്നിട്ടുണ്ട്. അതും നല്ല പ്രോമാക്സ് ലെവലില്. ചേട്ടന്റെ ഓരോ തമാശ. ഓ, അങ്ങനെ നോക്കുമ്പോ എങ്ങനെ നോക്കുമ്പോ സീൻ ബൈ സീൻ, ഷോട്ട് ബൈ ഷോട്ട് വൺ അപരാധം. എനിക്ക് ഹൃദയസ്തംഭനം ഉണ്ടാക്കി ഇറങ്ങിയിരിക്കുക. അപരാധത്തിന്റെ ഈറും കളി, കോമാളിത്തരത്തിന്റെ അങ്ങേയറ്റ്. അതിനിപ്പോ എന്താണ്? ഞാൻ തലയും കുത്തി നിൽക്കണ എന്താടാ? അത്രയും മോശം, ഒരു ടെക്നിക്കലി മോശപ്പെട്ടൊരു സിനിമ. അത്രയും മോശം. മനുഷ്യന്റെ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്ന് പറയാതിരുന്നാൽ എങ്ങനെയാ? അതിൽ തന്നെ VFX എടുത്തു പറയണം. പക്ക AI ക്രിയേറ്റഡ് വീഡിയോസ് അല്ലെങ്കിൽ വീഡിയോ ഗെയിംസ്. അതിന് ഉത്തരവാദി നീയാണ്. നമ്മളെ കൊണ്ട് പറ്റത് നമ്മൾ ചെയ്യാം, അതാ എന്റെ പോളിസി. അല്ലെങ്കിൽ 3 മണിക്കൂർ ഇത് ഒരിക്കലും സഹിച്ച് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും പറ്റൂല. ടോർച്ചറിങ് വെച്ചാൽ അൾട്ടിമേറ്റ് ടോർച്ചറിങ് ആയിരിക്കും. കാറ്റുള്ളപ്പോ തൂറ്റാൻ നോക്കുക. എന്നെ പറ്റി എന്താണ് അഭിപ്രായം? പിന്നെ നമിതയുടെ ഈ പേടിക്കലും ക്യൂട്ട്നെസ്സും, പിന്നെ ഒരു മൊണ്ണേഷ് കുമാർ, ഒരു കാമുകൻ, അതിന്റെ പരിപാടി, പിന്നെ പാസം. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്, എനിക്ക് BP കൂടും. അല്ല, അതിന് ഞാൻ ഗുളിക തരാം. ഇതിൽ ഏറ്റവും വലിയ കോമഡി പീസ് ബോബി ഡിയോളാണ്. എന്തൊക്കെയോ കാണിക്കുന്ന MM-ന് ഇദ്ദേഹത്തിന്റെ മുഖം എപ്പോഴും ചളുക്കി വെച്ച പോലെ ബോബി ഡിയോളിന്റെ. അഭിനയിച്ച് മനുഷ്യന്റെ ഊപ്പാട് വന്നു. സംഗതിയൊക്കെ ശരിയാ, പക്ഷെ നീ ഒരുപാട് ഓവറായി. അത് മൊത്തത്തില് ഇദ്ദേഹം റിയൽ ലൈഫിൽ സ്റ്റേജിൽ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ, പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ സിനിമയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന പച്ചക്കാട്ടവരാതാണത്. ഓഹോ, അപ്പൊ ഇതിവിടെ ഏൽക്കൂല. ഇതേ കുറച്ച് സ്റ്റാൻഡേർഡും വിവരമുള്ളടത്ത് വേണം കൊണ്ടേ കാണിക്കാൻ. എന്റെ അടുത്താണ് തെറ്റ്. നിങ്ങളെ കാണിച്ച എന്നെ ചവിട്ടണം.